ഞാനിപ്പോൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ പൊതു നിലപാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നതൊക്കെയാണല്ലോ നിങ്ങളിൽ പലരും അങ്ങനെ ഒരു ചിത്രമാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. ഒന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചല്ലേ അവിടെ നിന്ന് പിരിഞ്ഞത്. അവിടെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ, വ്യത്യസ്ത പാർട്ടികൾ, ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്. ആ പാർട്ടികളെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കും. ആ അഭിപ്രായങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി ഏകീകരിച്ച ധാരണയിലെത്തി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. ജനങ്ങളോടാണ് ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റി പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതെ 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 നേരത്തെ തീരുമാനിച്ച വിഷയമാണ്. അത് യഥാർത്ഥത്തിൽ മുന്നണി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഭരണപരമായ കാര്യങ്ങളാണ്. അത് ആ നിലയിൽ മുമ്പോട്ട് പോകുന്ന സമീപനം എടുക്കുന്നത്. ആ നിലയിൽ മുമ്പോട്ട് പോകുമ്പോൾ കുടിവെള്ളത്തെയും കൃഷിയെയും അത് ബാധിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു നിലപാട് എന്ന് ഞാൻ പറഞ്ഞിട്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ഞാനിപ്പോ തീരുമാനിച്ചില്ല. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഭിന്നതയില്ല. അവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ ഒരു എതിർപ്പ് അവിടെ പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. എനിക്കറിയില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്ത് ഏകീകരിച്ച ധാരണയിലേക്ക് പോയിട്ടുണ്ട്. അതേ അല്ല, അതിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, കിഫ്ബി വൻകിട പദ്ധതികൾക്ക് വൻതോതിൽ തുക ചെലവഴിക്കുന്നുണ്ട്, ചെറുകിട പദ്ധതികൾക്കും ചെലവാക്കുന്നുണ്ട്. അപ്പൊ വൻകിട പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതുവഴി വരുമാനം സമാഹരിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക. അത് കിഫ്ബിയുടെ സംരക്ഷണത്തിന് ആവശ്യമാണ്. അപ്പൊ അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണത്. പക്ഷെ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും എടുത്ത് ഇന്നതുപോലെയാണോ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് ഗവൺമെന്റ് അതിന്റെ എല്ലാ വശവും പരിശോധിച്ച് തീരുമാനമെടുത്തതിന് ശേഷമേ ആ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. വരുമാനം ആർജിക്കുന്നതിനുള്ള സോഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിപ്രായമുണ്ട്. കിഫ്ബി സംരക്ഷിക്കണം. കിഫ്ബി സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഭാവി വികസനത്തിന് ആവശ്യമാണ്. ആ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിൽ നയപരമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാവർത്തികമാക്കുന്ന രൂപം മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാവർത്തികമാക്കേണ്ടത് പിന്നെ ഭരണപരമായ നടപടിയാണ്, പ്രായോഗിക പ്രവർത്തനങ്ങളാണ്. അത് ഗവൺമെന്റ് ആകെ അതിനാവശ്യമില്ല. ബന്ധപ്പെട്ട വകുപ്പാണ് അതിന്റെ മറ്റു നടപടികളെല്ലാം സ്വീകരിച്ച് മുമ്പോട്ട് പോകേണ്ടത്. ഏത് വകുപ്പായാലും എല്ലാ വകുപ്പുകളുടെയും സ്വതന്ത്രമായ പ്രവർത്തനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതു നയപരമായ കാര്യങ്ങൾ മുന്നണി ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തൊന്നും ഇതിനെ കാണേണ്ടതില്ല. അറിയില്ല. അതൊന്നും ഞങ്ങളെ പരിഗണനയിൽ വരുന്ന വിഷയമല്ല. ഭൂമി തരമാറ്റല് അതിന്റെ മറ്റ് അനുബന്ധ നടപടികളൊന്നും ഞങ്ങളെ പരിഗണനയിൽ വരുന്നതിൽ അത് ഭരണപരമായ നടപടിയാണ്. അത് ഗവൺമെന്റാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത്. എവിടെ ബഡ്ജറ്റാണ്? രാഷ്ട്രീയ പ്രതിസന്ധി മുന്നണിയിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയല്ലേ മുന്നണിയുടെ കൺവീനറായി ഞാൻ പറയുന്നില്ല. കൺവീനർക്ക് ഉണ്ടെങ്കിൽ പറയാലോ. അങ്ങനെ ഒരു മുന്നണിയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല. ഞാനത് മനസ്സിൽ പോലും ആലോചിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാതിരുന്നു. മുന്നണി വളരെ സുഖമായി മുമ്പോട്ട് പോവുക. അത് കൂടുതൽ ശക്തമായി. അത് മാത്രമല്ല, ഞങ്ങളിത് ചർച്ച ചെയ്തൊരു